ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇത്ര രുചിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല, പക്ഷേ നല്ല രുചിയുള്ളൊരു പലഹാരമാണ്. ഇത് നമ്മൾ ഉണ്ണിയപ്പം കഴിക്കുമ്പോഴുള്ളൊരു രുചിയൊക്കെ ഉണ്ട് ഇതിന്. പിന്നെ ഇതുണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇനി നമുക്കത് ഉണ്ടാക്കണം എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊന്ന് വറുത്തെടുക്കണം. കൂടുതലാണ് നമ്മൾ ഉണ്ടാക്കണേ, കുറച്ചും കൂടിയൊക്കെ തേങ്ങ എടുക്കാം കേട്ടോ. തേങ്ങയാണ് നല്ല രുചി കിട്ടുന്നത് ഇതിന്. അപ്പോൾ ഈ തേങ്ങ വറുക്കാനുള്ള സമയം മാത്രമേ ഇച്ചിരി കൂടുതൽ എടുക്കണുള്ളൂ. ഇതിപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് വറന്ന് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടി വറുക്കണം. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ആവശ്യത്തിനൊക്കെ വറന്ന് വരുന്നുണ്ട്. ഇത്രയൊക്കെ മതിയാവും. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാൻ 1 കപ്പോളം അരിപ്പൊടി എടുക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. ഇത് അപ്പത്തിനെടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ. ഇനി ഇതിന് വേണ്ടിയിട്ട് ഇതൊരു പാളയം കുടമ്പഴാണ്. ഇത് മുഴുവനും ഞാൻ ഇതിലേക്ക് എടുക്കണില്ല, ഇതിൻ്റെ ഒരു പകുതി മാത്രമേ എടുക്കണുള്ളൂ. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പഴം നമുക്ക് ഈ മാവിനോടുകൂടി ഒന്ന് നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പഴം ഈ പൊടിയിലേക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് എള്ളം എടുത്തിട്ടുണ്ട്, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് യോജിപ്പിക്കാം. വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് 2 ഏലക്കയൊക്കെ പൊടിച്ച് ചേർക്കാം കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെയൊക്കെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പം ഇത് പാകത്തിനൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ റിഫൈൻഡ് ഓയിലാണ് കേട്ടോ, സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കണത്. വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഇതിലും രുചിയായിരിക്കും. ഈ നമ്മുടെ തേങ്ങ വറുത്ത ചീനച്ചട്ടിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ഓരോ ഉരുള എടുത്തിട്ട് ഇതുപോലെ പരത്തി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കണം. പിന്നെ ഇത് വളരെ ചെറിയ തീയിലിട്ട് വേണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് വെന്ത് കിട്ടണമല്ലോ, അതുകൊണ്ട് ചെറിയ തീയിലിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാൻ. ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൂടി വറുത്തെടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുഴച്ച് വച്ചേക്കൊന്നും വേണ്ട. അതുപോലെ നമ്മുടെ ഉണ്ണിയപ്പാണെങ്കിൽ കലക്കിയിട്ട് കുറച്ച് നേരമൊക്കെ വച്ചേക്കണ്ടേ, അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ നമുക്കിനി എല്ലാം ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പലഹാരമാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.